നിപ രോഗിയെ പ്രവേശിപ്പിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിന് സമീപം കർശന നിരോധനം ഏർപ്പെടുത്തി. ഈ മേഖല ബാരിക്കേഡ് വെച്ച് അടച്ചു. ജീവനക്കാർ മറ്റു വാർഡിലേക്കുള്ള രോഗികൾ ഉൾപ്പെടെ പ്രധാന കവാടത്തിലൂടെ മാത്രമേ പ്രവേശിക്കാവൂ എന്നാണ് നിർദ്ദേശം. അതേസമയം നിപ ബാധിച്ച രോഗിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. കോഴിക്കോട് നിന്ന് രേഷ്മ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പേവാർഡിന് സമീപമാണ് ഐസൊലേഷൻ ഉള്ളത്. ഇവിടെയാണ് ഇന്നലെ രാത്രിയോടെ നിപ സ്ഥിരീകരിച്ച രോഗിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ തന്നെ ഈ മേഖലയിൽ കർശനമായ നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒ പിയിലേക്ക് ഉൾപ്പെടെയുള്ളവർ പോകുന്ന വഴിയാണിത്. ഈ മേഖലയിലേക്ക് നിലവിൽ നിരോധനം ഏർപ്പെടുത്തിയതോടെ രോഗികൾ ഉൾപ്പെടെ ഉള്ളവരും മറ്റ് ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ മെയിൻ ഗേറ്റിലൂടെയാണ് പോകുന്നത്. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികളെ ഉൾപ്പെടെ മുൻ ഗേറ്റിലൂടെ പോകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്നലെ രാത്രിയോടെ ഇദ്ദേഹത്തെ ഇവിടെ പ്രവേശിപ്പിക്കുമ്പോൾ ഗുരുതരമായ നിലയിലാണ്, വെന്റിലേറ്ററിലാണ് ഇദ്ദേഹം ഇപ്പോൾ ഉള്ളത്. രോഗി നമുക്കറിയാം, രാമനാട്ടുകര 5-ാം വാർഡിൽപ്പെട്ട രോഗിയാണ് ഇദ്ദേഹം. 43 വയസ്സുകാരനാണ്. ഇദ്ദേഹത്തിന് പനി ബാധിച്ച ഉടനെ തന്നെ ഇദ്ദേഹം രാമനാട്ടുകരയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം ചികിത്സ തേടിയത്. ഈ ആശുപത്രിയിൽ ഉൾപ്പെടെയുള്ളവർ ക്വാറന്റൈനിൽ പോകണമെന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ രാമനാട്ടുകര നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തിന് പനി വന്നു, പിന്നീട് ഇത് മാറി. അതിനുശേഷം ഗുരുതരമായ അവസ്ഥയിലാണ് ഇദ്ദേഹത്തെ നഗരപരിധിയിലുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഈ ആശുപത്രിയിൽ നിന്ന് ഇദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ, നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർ സുരക്ഷാ മുൻകരുതൽ എടുക്കണമെന്നും ആവശ്യമെങ്കിൽ ക്വാറന്റൈനിൽ പോകണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ഭാഗത്ത് നിലവിൽ കനത്ത സുരക്ഷാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ ഐസൊലേഷൻ വാർഡിലൂടെ നിലവിൽ ആരെയും കടത്തിവിടില്ല. ഈ ഭാഗത്തുകൂടെ നിരവധി സ്കൂളുകൾ ഉൾപ്പെടെയുള്ള റൂട്ടാണിത്. ഇതിലൂടെ സ്കൂൾ ബസ്സുകൾ കടന്നു പോകുന്നുമുണ്ട്. എല്ലാവരും ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന രോഗികൾ മാസ്ക് ഉൾപ്പെടെ ഉപയോഗിച്ചാൽ നന്നാവും എന്നുള്ള ഒരു നിർദ്ദേശവും വന്നിട്ടുണ്ട്. അതേസമയം പ്രാഥമികമായ നിഗമനത്തിൽ മാത്രമാണ് മെഡിക്കൽ കോളേജിലെ PCR ടെസ്റ്റിൽ നിന്നാണ് ഇദ്ദേഹത്തിന് നിലവിൽ നിപ എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരുന്ന സ്രവം പരിശോധിച്ച് അന്തിമ തീരുമാനമായാൽ മാത്രമേ ഈ നിപ എന്ന് തീരുമാനിക്കാനാവൂ എന്നാണ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെ നേരത്തെ അറിയിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരുകയാണ്. ഇതിനുശേഷം കർശനമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ നടപടികൾ എന്താണ് സ്വീകരിക്കേണ്ടതെന്ന് നിർദ്ദേശം വരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന രോഗികൾ, ബന്ധുക്കൾ, സ്റ്റാഫുകൾ ഉൾപ്പെടെ മാസ്കുകൾ എത്തുകയാണ്. ഈ നിർദ്ദേശം ഇന്നലെ രാത്രി മുതൽ നിപ സ്ഥിരീകരിച്ചതു മുതൽ മുൻകരുതൽ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. നിലവിലിപ്പോൾ പോലീസ് ഉൾപ്പെടെ ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട്. ഈ മേഖലയിലൂടെയുള്ള ആളുകളുടെ സഞ്ചാരത്തെ തടയുകയും മറ്റു വഴികൾ കാണിച്ചു നൽകാനുമാണ് നിലവിൽ പോലീസിന്റെ സഹായവും നേടിയിരിക്കുന്നത്. രാമനാട്ടുകര സ്വദേശിയായ ഇദ്ദേഹം ബിസിനസ്സുകാരനായിരുന്നു. ഇദ്ദേഹം ഒരു ഗോഡൌൺ വാടകയ്ക്കെടുത്തിരുന്നു. ഈ വാടകയ്ക്കെടുത്ത ഗോഡൌൺ ഇയാൾ ഒറ്റയ്ക്ക് വൃത്തിയാക്കിയിരുന്നു. ഈ ഒരു പ്രദേശത്ത് നിന്നാണോ ഇദ്ദേഹത്തിന് നിപയുടെ വൈറസ് ബാധിച്ചത് എന്നൊരു നിഗമനവും പങ്കുവെക്കുന്നുണ്ട്. ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ മേഖലയിലും സുരക്ഷാ നിർദ്ദേശങ്ങളും പരിശോധനയും നടക്കും. ഇദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടിക വളരെ വലുതാണ്. പരിഭ്രാന്തി വേണ്ട. എങ്കിൽ പോലും സമ്പർക്കം പുലർത്തിയവർ, ഇദ്ദേഹത്തിന്റെ കുടുംബം ഉൾപ്പെടെയുള്ളവർ ക്വാറന്റൈനിൽ പോയിട്ടുണ്ട്. മറ്റുള്ളവർ പ്രതിരോധ നടപടികളുടെ ഭാഗമായി മുൻകരുതൽ എടുക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്.